അള്ളാഹു കാണിച്ചു കൊടുക്കും. അവന്റെ വഴി ആരുണ്ടാക്കും? അവൻ അറിയാത്ത മാർഗത്തിൽ. മറ്റേ പീടിക അവിടെ വന്നപ്പോൾ ഈ പീടികയിൽ കമ്മിയുണ്ടായി. ആയിക്കോട്ടെ, അപ്പോഴാണ് വേറെ അറിയാത്തൊരു മാർഗത്തിൽ വലിയൊരു ആദായം ഇപ്പോഴത്തേക്ക്. അപ്പൊ വിവരം പിറ്റത്തെ മാസം മകൻ വിളിച്ചു, അപ്പാ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, റാഹത്ത് കമ്പ്യൂട്ടറിന്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ശമ്പളം 800 ആട് മേടിക്കുന്ന മകൻ 2ാം മാസം വിളിച്ചിട്ട് പറഞ്ഞു 2500 സ്റ്റാർട്ടിങ് ശമ്പളമാണ്. ഇവിടെ അപ്പുറത്തെ ഒരു പീടിയ വന്ന സമയം. അൽഹംദുലില്ലാഹ്, അധ്വാനിച്ച് നേടണം. മറ്റത് മകൻ കൊണ്ടുവന്നുകൊണ്ട് കൈകാര്യം ചെയ്താൽ മതി. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക്കിന്റെ മകനെ ശത്രുക്കൾ പിടിച്ചു. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് പോയി പറഞ്ഞു, നബിയെ, എന്റെ കുട്ടിയാണ് കുടുംബം പോറ്റിയിരുന്നത്, എന്റെ മകനെ ശത്രു പിടിച്ചു. അപ്പോൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് പറഞ്ഞു കൂടിക്കോളി അള്ളാഹിനോട്. ഒരാൾക്കും ഒരു കഴിവില്ല, ആർക്കേ ഉള്ളൂ? സാലിം എന്ന ഔഫിന്റെ മകനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാലിം ഇങ്ങോട്ട് വന്നു. എങ്ങനെ സാലിം വന്നത്? അതാ രസം. സാലിമിനെ പിടിച്ചു കെട്ടിയ ശത്രുഗോത്രം ഒരു രാത്രി കള്ളു കുടിച്ചു. കുറച്ചാളുകൾ കള്ളു കുടിക്കാതെ സാലിമിനെ നോക്കിക്കൊണ്ടിരുന്നു. സാലിം എന്ത് ചെയ്തു? കള്ള് കുടിച്ച് കിടന്നൊരു ഭാഗം കിടക്കുന്നുണ്ട്. സാലിം ഇങ്ങോട്ട് എണീറ്റിട്ട് കുടിക്കാത്തവരെ നന്നാക്കി അങ്ങോട്ട് കൊടുത്തു, ആട്ടി കൊടുത്തിട്ട് ഇങ്ങോട്ട് വീഴ്ത്തി. എന്നിട്ട് സാലിം ഓടി, ആ ഗോത്രത്തിനോടി. ഓടി പകുതിയായപ്പോ സാലിമിന് തോന്നി, എന്തിനാ അങ്ങനെ വെറുതെ ഓടുന്നു? അവർക്ക് ആയിരക്കണക്കായ ആടുകളുണ്ട്, ഒട്ടകങ്ങളുമുണ്ട്. എല്ലാം കള്ളു കുടിച്ചും അടി കിട്ടിയും വീണ് കിടക്കുക. ഞാനേതായാലും വെറുതെ പോണ്ടെന്ന് വിചാരിച്ച് മടങ്ങി വന്നിട്ട് ഈ ആടിനെയും ഒട്ടകങ്ങളെയും തെളിച്ചു. 4000 ആടുകളും 100ഓളം ഒട്ടകങ്ങളെയും തെളിച്ചിട്ട് ഔഫിന്റെ വീട്ടുപടിക്കലേക്ക് വന്നു. ബാപ്പാക്ക് ബേജാറായി. പടച്ചോനെ, മകൻ വരാൻ വേണ്ടിയല്ലേ ദുആ ചെയ്തിട്ടുള്ളൂ, ഈ മുതലൊക്കെ കൊണ്ടുവന്ന് എന്തിനാ വന്നത്? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പറഞ്ഞു, നബിയന്റെ മകൻ സാലിം വന്നു. പക്ഷേ വലിയ കുസൃതിക്കാരനാണ്. മുമ്പേ കുസൃതിക്കാരനായ സാലിം ഇപ്പോൾ ആ ഗോത്രത്തിന്റെ മുതൽ മുഴുവനും കൊണ്ടുവന്നു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മിണ്ടണ്ട, നാട്ടുകാർക്ക് കൊടുക്കേണ്ടി വരും, മിണ്ടണ്ട, ഒറ്റക്കെടുത്തോ. യുദ്ധത്തിനാണെങ്കിൽ വേറുള്ളവർക്ക് ഓഹരി കൊടുക്കണം, ഇതിലാർക്കും ഓഹരിയില്ല. ശത്രുഗോത്രത്തിൽ നിന്ന് യുദ്ധം ചെയ്ത് സ്വയം യുദ്ധം ചെയ്ത് കൊണ്ടുവന്ന സമരാർജിത സമ്പത്താണ്. ഒരു ഉറുപ്പിക പോലും ആർക്കും വേണ്ട. ആ നാട്ടിലെ മദീനയിലെ ഏറ്റവും ദരിദ്രനായ ഔഫിന്റെ കുടുംബം ഒരു രാത്രി കൊണ്ട് വലാ ഹൗല വലാ ഖുവത, അതാണ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അത് പറയാനാ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. സൂറത്തു തലാഖിൽ 3-4 ആയത്ത്. അള്ളാനെ പേടിച്ചവർക്ക് ഒരു പുറത്തു വരാനുള്ള പോംവഴി അള്ളാഹു പറയി കൊടുക്കും. പിന്നെ അവൻ അറിയാത്ത മാർഗത്തിൽ സൗകര്യം ചെയ്തു കൊടുക്കും. അള്ളാനെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവൻ ആരും മതി. ഉറക്കപ്പറ, ആരും മതി. പിന്നെന്താ? അപ്പുറത്ത് പീടിയ കച്ചവടം വന്നു, നമുക്കെന്താ? എന്ത് പേടിയുള്ളത്? പിന്നെയോ അസൂയക്കാരൻ ഒന്നുകൂടി മനസ്സിലാക്കുക, എന്തുകൊണ്ട്? വലിയ പ്രശ്ന. എല്ലാ ദോഷവും റമളാനിൽ പൊറുക്കും. എന്ത് പൊറുക്കൂല? അസൂയ പൊറുക്കൂല. എന്തുകൊണ്ട്? അസൂയ പൊറുക്കണമെങ്കിൽ മറ്റവന്റെ അഭിമാനത്തിൽ ഇവൻ കൈയിട്ടിട്ടുണ്ട്, അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും. കള്ളുകുടി അള്ളാഹിനോട് പറഞ്ഞാൽ പൊറുക്കും. പക്ഷെ അസൂയന്റെ കളി അള്ളാഹിനോട് പറഞ്ഞാൽ പൊറുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം? ആരോട് അസൂയ കളിച്ചോ അയാളോട്. മനസ്സിലായോ നിങ്ങൾക്ക്? കള്ളുകുടി റബ്ബിനോട് പറഞ്ഞാൽ മതി, റബ്ബേ കഴിച്ചു പോയി, ഇനി പുറത്തുകൊണ്ട് റബ്ബേബിൽ അസഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ നേരങ്ങളിൽ എണീറ്റേ പൊറുക്കലിനെ തേടിയാ മതി, അല്ലാഹു പുറത്തരട്ടെ. പക്ഷെ അസൂയ കൊണ്ട് കളിച്ചതാണെങ്കിൽ പുറത്തരൂല്ല. ഒരാള് ഉറങ്ങുന്നുണ്ടാ?
ഒരാൾ വലിയ അമലും കൊണ്ട് പരലോകത്ത് വരും. അയാൾക്ക് സ്വർഗം വിരിക്കാൻ ഒരുങ്ങുമ്പോ അയാൾ അയൽവാസി വന്നിട്ട് പറയും, റബ്ബേ എനിക്കെതിരെ കളി കളിച്ചവനാണ് റബ്ബേ, ഇവനെയാണ് നീ സ്വർഗത്തിലേക്ക് അയക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലായപ്പോ പറഞ്ഞത്, ഏതാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും അയൽവാസികൾക്കെതിരെ കളി കളിക്കാൻ പാടില്ല. എന്നാൽ ഏറ്റവും അസൂയ ആരോടാ ഉണ്ടാവുക? അയൽവാസിയോടാ. ജേട്ടന്മാർ, അനുജന്മാർ, പെണ്ണുങ്ങൾ, മൂത്തച്ചി, ഇളച്ചി, അങ്ങനെയാണ്. മാല് ജാഹ് ഷറഫിനനുസരിച്ച് നല്ല ഒരുമയിൽ ജേട്ടനും അനുജനും, എന്നിട്ട് മറ്റൊരുത്ത് ഇങ്ങനെ നീറി ഇങ്ങനെ കയറി വരും. അല്ലെങ്കിൽ അസൂയല്ലേ, അസൂയ തീയ് പോലെയാണ്. തീയ് ചെറിയ പൊരി ഇങ്ങനെ കയറിയിട്ട് പിന്നീട് വലുതാകുക ചെയ്യുക. എന്നിട്ട് ഈ ജേട്ടനും അനുജനും തമ്മിലവിടെ തെറ്റും. ഒരു നല്ല മനുഷ്യന്മാരാ. എൻ്റെ ഒരു കാരണം എന്നറിയോ? മറ്റയാൾക്ക് കിട്ടുന്നത് കുറച്ച് കൂടുന്നുണ്ട് എന്ന് ഇവൾക്ക്, എൻ്റെ പുതിയാപ്പളക്കിനേക്കാൾ മറ്റയാൾക്ക് നേട്ടമുണ്ട് തന്നെ. അള്ളാഹു കാക്കട്ടെ പഠിച്ചോനെ. അങ്ങനെയാണ്. ഒരു വീട്ടിൽ ഞാനൊരു കേസ് മദ്യം പറയാൻ വേണ്ടി പോയി. ആരും അറിയാത്ത ഒരു സംഗതി ആയതുകൊണ്ട് ഞാനത് ആളും പറയാതെ പറയാം. ഒരു കേസ് മദ്യം പറയാൻ വേണ്ടി എനിക്കൊരു അവസരം ഉണ്ടായി. എന്താ വിഷയം? പുതിയ കല്യാണം കഴിച്ചു കൊടുന്ന ഇളച്ചിയോട് മൂത്തച്ചി പറയും, വിരുന്ന് പോയാൽ ഞാൻ ഇന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴൊക്കെ ഞാൻ കുറേ എമ്പാടും വിരുന്ന് വാർത്തോളാണ്. ഇപ്പോഴാണ് പിന്നെ കുട്ടികൾ മക്കളൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് നിൽക്കാൻ തുടങ്ങിയത്. ഇപ്പൊക്കെ അവനാൻ്റെ വീട്ടിൽ പാർത്താൽ അതേ കിട്ടുകയുള്ളൂ. ഈ വേണ്ട മാതിരി ചെയ്തോ. ഇവിടെ വാപ്പാൻ്റെ കാര്യം ഉമ്മാൻ്റെ കാര്യം ഞാൻ നോക്കാം. ഭർത്താക്കന്മാർ ഗൾഫിലുമാണ്. ഇത് കഴിഞ്ഞ് ഇവള് വിരുന്ന് പോകും. ഈ അഞ്ചത്തി വിരുന്ന് പോയി കഴിഞ്ഞാൽ ഈ അഞ്ചത്തി സാധു ഈ ഇളച്ചെന്ന് വിചാരിക്കും, മൂത്തച്ഛ ഉണ്ടല്ലോ, താത്ത പറയും ചെയ്തിട്ടുണ്ടല്ലോ കാര്യമൊക്കെ ഞാൻ നോക്കാം. ഇവള് 4 ദിവസം കഴിഞ്ഞാൽ 8 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇതേ സമയത്ത് എന്ത് ചെയ്യും? ഈ മുത്തച്ഛി അമ്മായിമാരോട് അമ്മോശാക്കാനോട് എന്ത് പറയും? എങ്ങനെ മനുഷ്യന്മാരെ മക്കളെ കല്യാണം കഴിക്കണം. എങ്ങനെയുണ്ട് ഇന്നത്തെ അവസ്ഥ? എന്താണ്? വന്നാവല്ലേ, ഞാൻ ഇന്നത്തെ വരെ നിങ്ങൾ പറഞ്ഞ ദിവസത്തിന് തലേന്ന് വന്നു എന്നല്ലാതെ ഒരു മണിക്കൂറിൻ്റെ നേരം വൈകിയിട്ടുണ്ടോ? ആരോട് പറയാ? മനസ്സിലാണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ധാരണയാണ്. നിയമ ഇളച്ചി മൊത്തത്തിൽ തെറ്റിപ്പോകരുത്. തിരിച്ചിങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ടോ തന്നെ. എന്താ കാരണം? അസൂയ. പുതിയ പെണ്ണല്ലേ, അപ്പം അതിനോടൊരു താല്പര്യം കൂടുതൽ അമ്മോശാക്കും അമ്മായിമാക്കും കൂടിയിട്ടുണ്ടാവും. അങ്ങനെ അപ്പം മറ്റൊടുത്തുന്ന അസൂയ എവിടെയും അതിങ്ങനെ ഇന്നല്ല ഹസാദ. അപ്പൊ എന്ത് ചെയ്യണം? അതൊക്കെ റബ്ബിന്റെ നിശ്ചയങ്ങളല്ലേ. എന്തിനാ നമ്മളവിടെ കളിക്കേണ്ട ആവശ്യം? അതൊക്കെ റബ്ബിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യാ? ഏത് ദോഷവും പൊറുക്കുമെന്നാൽ അസൂയ കൊണ്ടുള്ള ദോഷം പൊറുക്കുകയില്ല. അത് അയൽവാസിയോട് അസൂയ ഉണ്ടാവുക. അങ്ങനെയാണ്. എങ്ങനെ? ഒക്കെ പലപ്പോഴും ഉണ്ടാവും. ഇതേ വളരെ അധികരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാലോ ഇനി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അസൂയക്കാരെ മനസ്സിലാക്കുക. നട്ടക്കാരൻ അവനാ. എന്തുകൊണ്ട് അവൻ റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരനാണ്, മനുഷ്യന്മാരുടെ അടുക്കലും കുറ്റക്കാരനാണ്. ജനങ്ങൾ അവനിൽ നിന്ന് ഓടി അകലും. നല്ല സ്വഭാവമുള്ള ആളുകളുടെ അടുത്തേക്ക് മനുഷ്യന്മാരിങ്ങനെ ആളുകൾ വരും. ഹബീബ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ആളുകൾ വന്നു. കാരണം മുസ്തഫ നബിയുടെ സ്വഭാവം നന്നായിരുന്നു. മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ ഇസ്ലാം മതം എന്നാൽ എന്താണ് നബിയെ? ഫഖാല, ഹബീബ് പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, നബി ഇസ്ലാം എന്നാൽ എന്താ? ഫഖാല അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ഖാല റസൂലുള്ളാഹി. പിന്നെ ചോദിച്ചു നബിയെ ദീൻ എന്നാൽ എന്താണ്? അപ്പോഴും പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുൽഖി. പിന്നെ ചോദിച്ചു നബിയെ, അപ്പോൾ അദ്ദീനു ഹുസ്നുൽ ഖുൽഖി. അല്ലാഹു സൽസ്വഭാവം നമുക്ക് നൽകട്ടെ. ഇനിയോ ഇങ്ങോട്ട് നോക്കൂ. സൂറത്തുൽ ഫാത്തിർ 43-ാമത്തെ വചനം, വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലി. എന്തൊരായത്ത! ഒരാൾക്കെതിരെ ഏതൊരു കുതന്ത്രം ചെയ്താലും ആ കുതന്ത്രം അവനിലേക്ക് മടങ്ങി വരും. അല്ലാഹു കാക്കട്ടെ. എങ്ങനെ വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലി. ഒരു കുതന്ത്രം ആരുണ്ടാക്കിയാലും അസൂയ ആർക്കാണ് മൂത്തതെന്ന് ചരിത്രം വിധി എഴുതും. അസൂയ ആർക്ക് മൂത്തു എന്ന് ചരിത്രം വിധി എഴുതും. ഏതെങ്കിലും കാസറ്റിന്റെ പുറത്ത് അസൂയ മൂത്തു എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് കാസറ്റിന്റെ പുറത്ത് ഏതെങ്കിലും അക്ഷരമാല കൂട്ടിയിട്ട് കാര്യമില്ല. അസൂയ ആര് മൂത്തു എന്ന് ചരിത്രം വിധി എഴുതും. അസൂയ ആർക്ക് മൂത്തു എന്ന് സദസ് വിധി എഴുതും.
ഒരു കാലഘട്ടത്തിൽ ശബ്ദം കൊണ്ട് മനുഷ്യരാശിയെ അത്ഭുതപ്പെടുത്തിയ ആളുകളിൽ നിന്ന് പിന്നീട് അവരിലുള്ള അബദ്ധം കാരണം ജനങ്ങൾ അവരിൽ നിന്ന് പിന്മാറുകയും പുതുനാമ്പുകൾ